ഹായ് ഗായ്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനാണ്. അതായത് ഹെയർ ഫാൾ അഥവാ ഹെയർ ലോസ്. നമ്മളിത് പറയാറുണ്ട്, എനിക്ക് ഹെയർ ഫാൾ ആയി അല്ലെങ്കിൽ ഹെയർ ലോസ് ആയി എന്നും പറയാറുണ്ട്. ബട്ട് ആക്ച്വലി ഇത് രണ്ടും രണ്ടാണ്. അതായത് ഒരു നാച്ചുറൽ ഹെയർ ഫാൾ എന്ന് പറയുന്നതും ഹെയർ ലോസ് എന്ന് പറയുന്നതും ഡിഫറൻസ് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഒരു നാച്ചുറൽ ഹെയർ ഫാൾ എന്ന് പറയുന്നത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കോംബ് ചെയ്യുന്ന സമയത്തോ ഇല്ലെങ്കിൽ ഷവർ ചെയ്യുന്ന സമയത്തോ ഒരു ബഞ്ച് ഓഫ് ഹെയർ ചിലപ്പം നമുക്ക് വരാറുണ്ട്. ഈ ഹെയർ കാണുമ്പോൾ നമുക്ക് വിഷമം വരും. അപ്പം മുതൽ നമുക്ക് വേവലാതിയാണ്, എന്താണ് എൻ്റെ ഹെയർ ഫുള്ള് ലോസായി, എനിക്കിനി ഹെയർ വളരത്തില്ല, എനിക്ക് ഒരാഴ്ച കൊണ്ട് മൊട്ടത്തലയാവും എന്നൊരു കൺസെപ്റ്റാണ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ളത്. എന്നാൽ ഇതൊരു തെറ്റായ ധാരണയാണ്. നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ 50 to 100 ഹെയർസ് കൊഴിയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇതിനെയാണ് നാച്ചുറൽ ഹെയർ ഫാൾ എന്ന് പറയണത്. ഇങ്ങനെ നാച്ചുറലായിട്ട് ഹെയർ ഫാൾ ആകുമ്പോൾ അവിടെ ഈ കൊഴിഞ്ഞു പോകുന്ന ഹെയറിന് പകരം പുതിയ ഹെയർ വളരാറുമുണ്ട്. അതായത് നമ്മുടെ ഒരു ചെടിയൊക്കെ ഇല കൊഴിയുന്ന പോലെ കൊഴിഞ്ഞതിന് ശേഷം അവർക്ക് വീണ്ടും ഇലകൾ വരുന്നത് പോലെ ആ കൊഴിഞ്ഞ ഭാഗത്ത് വീണ്ടും ഹെയർ വരുന്നതിനെയാണ് നാച്ചുറൽ ഹെയർ ഫാൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വരുന്ന പ്രശ്നം ആക്ച്വലി ഹെയർ ഫാൾ അല്ല, നമുക്ക് വരുന്ന പ്രശ്നം എന്താണ്? ഹെയർ ലോസ് ആണ്. ഹെയർ ലോസ് എന്ന് പറഞ്ഞാൽ സെയിം തന്നെ നമുക്ക് ഹെയർ വളരെ അധികം, അതായത് മോർ ദാൻ 100 അല്ലെങ്കിൽ 150 കൂടുതൽ ഹെയർസ് കൊഴിഞ്ഞു പോകുകയും ഈ കൊഴിഞ്ഞു പോകുന്നതല്ല ഇവിടുത്തെ പ്രശ്നം, പുതിയ ഹെയർ വളരാത്തതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ഇതിനെയാണ് ഹെയർ ലോസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കുള്ളത് ഹെയർ ഫാളാണോ അതോ ഹെയർ ലോസ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള വഴിയാണ് ഞാനീ പറയുന്നത്. അതായത് നമ്മൾ ഈ ഹെയർ കോംബ് ചെയ്യുന്ന സമയത്ത് ഹെയർ പാർട്ടീഷൻ ഉണ്ടാവുമല്ലോ, ഇല്ലെങ്കിൽ വകച്ചിൽ എന്നൊക്കെ നമ്മൾ പറയും. ഈ പാർട്ടീഷൻ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക. വീക്കിലി വേണമെങ്കിൽ ഫോട്ടോ എടുത്തോ. അതിനുശേഷം ഒരു 2 to 3 months ശേഷം നമ്മൾ ഫസ്റ്റ് എടുത്ത ഫോട്ടോയും ഇപ്പോൾ എടുത്ത ഒരു 2 to 3 months ശേഷം എടുത്ത ഫോട്ടോയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പാർട്ടീഷൻ്റെ വിഡ്ത്ത്, നമ്മൾ പാർട്ടീഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു വൈറ്റ് അവിടെ ഉണ്ടാകും, അതെല്ലാവർക്കും ഉണ്ടാകും. എന്നിരുന്നാലും നമ്മൾ ആദ്യം എടുത്തതും പിന്നെ 2-3 മാസത്തിന് എടുത്തതും തമ്മിലുള്ള വിഡ്ത്ത് നമ്മൾ നോക്കുക. അവിടെ വിഡ്ത്ത് വിസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ലോസ് ആണ്. സോ ഇങ്ങനെയാണ് നമുക്ക് ഹെയർ ഫാൾ ആണോ ഹെയർ ലോസ് ആണോ എന്ന് തിരിച്ചറിയുന്നത്. കാരണം വിഡ്ത്ത് കൂടാനുള്ള റീസൺ ആ കൊഴിഞ്ഞു പോയ ഭാഗത്ത് എന്ത് വന്നിട്ടില്ല, പുതിയ ഹെയർ വളർന്നിട്ടില്ല. വളർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹെയർ ഫാളും, അത് വളരാത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്താണ് ഹെയർ ലോസും ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഒരു ഹെയർ ഫാളും ഹെയർ ലോസും നമ്മൾ തിരിച്ചറിയുന്നത്. ഡെയിലി പോകുന്ന ഹെയർ കണ്ട് നമ്മൾ കരയുന്നതിന് പകരം നിങ്ങൾ ഫസ്റ്റ് തിരിച്ചറിയുക നിങ്ങൾക്ക് ലോസ് ആണോ അതോ ഫാളാണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ ഫാൾ ആണോ ഹെയർ ലോസ് ആണോ എന്ന് തിരിച്ചറിയാൻ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോയ്ക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.